കുറച്ച് ദിവസങ്ങളായിട്ട് കല്യാണിക്കെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്യുന്ന കുറേയധികം ബ്യൂട്ടി പ്രോഡക്റ്റാണ്. ഒരു 10 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ദിവസം 10 പ്രോഡക്റ്റാണ്. ഇപ്പോൾ സൺസ്ക്രീം തന്നെയാണ് ഈ 10 കമ്പനിയുടെ തന്നെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊക്കെ പുള്ളിക്കാരി ചെക്ക് ചെയ്തിട്ടാണോ എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ സ്കിൻ ടോണിനനുസരിച്ചാണ്. ചിലപ്പോൾ എല്ലാവർക്കും വർക്കാവണമെന്നില്ല. പുള്ളിക്കാരി മെയിനായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങളെപ്പറ്റി വലിയ നോളജ് ഇല്ല എന്നുള്ള കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. പുള്ളിക്കാരി ഫാമിലി വ്ളോഗും അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ച സമയത്ത് ഒരു പെൺകുട്ടി ഇതിനെപ്പറ്റി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് അത്ര ശരിയല്ല, ഇത് അറിയാതെയാണ് കല്യാണി പറയുന്നുള്ള കാര്യം. പുള്ളിക്കാരിക്ക് ഒരു സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യാപകമായിട്ടുള്ള വിമർശനം കല്യാണിക്കെതിരെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ്. പുള്ളിക്കാരി വീഡിയോയിൽ വന്നിട്ട് തന്നെ പറ്റി കുറേയധികം ആൾക്കാർ അറിയാതെയാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ഫാമിലിയെ പറ്റി കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് കല്യാണി ആ ഒരു വീഡിയോയിൽ ഫുള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ തനിക്കെതിരെ വന്ന യഥാർത്ഥ ആരോപണങ്ങളെക്കുറിച്ച് സംസാരിക്കാനും ഒന്നും കല്യാണി റെഡി ആയിട്ടില്ല. ഇപ്പം ആൾക്കാർ പറഞ്ഞൊരു കാര്യം, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് കല്യാണിക്ക് എന്തറിയാം എന്നുള്ളൊരു കാര്യമാണ്. ഫാമിലി വ്ലോഗ് പോലാണ് കല്യാണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഇതേ കണക്കുള്ള പ്രോഡക്റ്റൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയണം. അറിയാതെ പ്രൊമോട്ട് ചെയ്ത് ആരെങ്കിലും വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കല്യാണിക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. കാരണം കല്യാണി വിശ്വസിച്ചായിരിക്കും ആൾക്കാരിത് വാങ്ങുന്നത്. ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടോണൊക്കെയാണ്. അപ്പോഴത്തേനും അതിനനുസരിച്ച് ഈ ഒരു ക്രീമും കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേനും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. സാധാരണ എല്ലാവരും ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും സ്കിന്നോ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡോക്ടറിനെ പോയി കാണും. അവരായിരിക്കും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അവർ സജസ്റ്റ് ചെയ്യുന്ന മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഭാവിയിൽ വലിയൊരു പ്രശ്നങ്ങൾ വരാം. ചിലപ്പോൾ ആ ഒരു സ്കിന്നിനെ തേച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അത് ഭാവിയിൽ നിങ്ങൾക്ക് തന്നെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കാം. കാരണം നിങ്ങൾ തന്നെ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ഓക്കെ ജസ്റ്റ് ഒരു സൺസ്ക്രീം അല്ലേ എന്നുള്ളൊരു കാര്യമൊക്കെ ചിന്തിക്കാം. പക്ഷേ അങ്ങനത്തുള്ള കാര്യങ്ങൾ വരെ പ്രശ്നമാവുന്ന ചിലവർ സ്കിൻ ടോണൊക്കെ ഉണ്ട്. അതൊന്നും ചിന്തിക്കാതാണ് കല്യാണി ചിലപ്പോൾ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ആരെങ്കിലും ഇതിനെപ്പറ്റി ഇങ്ങനെ തുറന്ന് പറയുമ്പോഴത്തേനും അവർക്കെതിരെ വായടപ്പിക്കാൻ ശ്രമിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാതെ അതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് സംസാരിക്കുക. അല്ലാതെ ഒരിക്കലും ഭയങ്കരമായിട്ട് സ്വന്തം കുടുംബത്തെ ആൾക്കാർ ബ്ലെയിം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാറ്റിത്തിരിക്കാനൊന്നും ശ്രമിക്കാതിരിക്കുക. അതൊരിക്കലും നല്ല ഒരു കാര്യമല്ല. കല്യാണിക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു കാര്യം ഇങ്ങനെ ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് എടുക്കാൻ പറ്റാതെ ഇതേ കണക്കുള്ള വീഡിയോസും കാര്യങ്ങളുമായിട്ട് വരുന്നത്. സോ കല്യാണിക്ക് മനസ്സിലായെങ്കിൽ അത് കറക്റ്റായിട്ട് ഇനി ഇതേ കണക്ക് ചെയ്യാതിരുന്നാൽ മതി. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ ഫാമിലിയെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തോ അങ്ങനെയൊന്നുമില്ല. ചെയ്യാതിരിക്കുക. അറിയാത്ത കാര്യങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ.